പുത്തൻകാവിൽ എന്നും പുത്തനാമോർമ്മയായി കത്തി നിൽക്കും വിളക്കേ. പുത്തൻകാവിൽ എന്നും പുത്തനാമോർമ്മയായി കത്തി നിൽക്കും വിളക്കേ. എൻ ഹൃത്താരിൽ ആനന്ദ പൊരുളായി വിളങ്ങും കൊച്ചു തിരുമേനിയേ, നിൻ ചരണത്തിൽ അണയുമ്പോൾ എൻ ദുഃഖഭാ. ആലപ്പുഴ ജില്ലയിലെ പുത്തൻകാവ് എന്ന പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ക്രൈസ്തവ ദേവാലയമാണ് പുത്തൻകാവ് പള്ളി എന്നറിയപ്പെടുന്ന സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ചെങ്ങന്നൂർ ഭദ്രാസനത്തിൽ ഉൾപ്പെടുന്ന ഈ പള്ളി മധ്യ തിരുവിതാംകൂറിലെ ഏറ്റവും പഴക്കമുള്ള പള്ളികളിലൊന്നാണ്. മാർത്തോമ 6-ാമൻ്റെയും മാർത്തോമ 8-ാമൻ്റെയും പുത്തൻകാവിൽ മാർ പീലക്സീനോസ് മെത്രാപ്പോലീത്തയുടെയും കബറിടങ്ങൾ ഈ പള്ളിയിൽ സ്ഥിതി ചെയ്യുന്നു. പള്ളിയുടെ കൂടുതൽ ചരിത്ര വിവരങ്ങൾ പള്ളിയുടെ വികാരി നമുക്ക് പറഞ്ഞു തരുന്നതാണ്. കടന്നു വന്നതിൽ അത്യധികമായ സന്തോഷമുണ്ട്. വളരെ ചരിത്രമുറങ്ങുന്ന ഒരു പുണ്യസ്ഥലമാണ്. ഈ ദേവാലയത്തിൻ്റെ മദ്ബഹായിൽ ഇടതുവശത്ത് ഗോകുൽത്തയോട് ചേർന്ന് കാണുന്നത് 6-ാം മാർത്തോമായുടെ കബറിടമാണ്. റൈറ്റ് സൈഡിൽ കാണുന്ന അത് 8-ാം മാർത്തോമായുടെ കബറിടമാണ്. 2 മലങ്കര മെത്രാപ്പൊലീത്തന്മാരാണ്. അവർ രണ്ടുപേരും ദേവലോകം പിന്നീടാണ് അത് ഡെവലപ്പ് ചെയ്തു വരുന്നത്. അതിനു മുൻപ് ഇവിടെ പുത്തൻകാവ് പള്ളിയിൽ താമസിച്ചുകൊണ്ട് സഭയുടെ ഭരണം നിർവഹിച്ച 2 പുണ്യപിതാക്കന്മാരാണ്. 6-ാം മാർത്തോമയാണ് ഈ ദേവാലയം സ്ഥാപിക്കുന്നത്. അദ്ദേഹം ഇവിടെ കബറടങ്ങി. റൈറ്റ് സൈഡിൽ 8-ാം മാർത്തോമയും കബറടങ്ങി. അതോടൊപ്പം തന്നെ റൈറ്റ് സൈഡിൽ ഒരു കബറുണ്ട്. നിങ്ങൾക്കത് കഴിഞ്ഞിട്ട് കയറാം. അത് കാതോലിക്കേറ്റ് രത്നദീപം എന്നറിയപ്പെടുന്ന പുത്തൻകാവ് കൊച്ചു തിരുമേനിയാണ്. അദ്ദേഹം മലങ്കര സഭയിൽ നിന്ന് റീത്ത് പ്രസ്ഥാനത്തിലേക്ക് പോയ ഈവാനിയോസ്, അദ്ദേഹം ഒരു MA കാരനായിരുന്നു. അപ്പം അദ്ദേഹത്തിന് പകരം ഒരു MA കാരനെ കണ്ടുപിടിക്കാൻ വട്ടശ്ശേരി തിരുമേനി നടത്തിയ അന്വേഷണം പുത്തൻകാവിൽ കൊച്ചു തിരുമേനിയെ കണ്ടുപിടിക്കാനിടയായി. അദ്ദേഹത്തിൻ്റെ പിതാവ് തോമാ കത്തനാർ, വളരെ പ്രശസ്തമായൊരു കുടുംബം, കിഴക്കേത്തലയ്ക്കൽ കുടുംബത്തിലാണ്. അദ്ദേഹത്തെ വിളിച്ച് മകനെ എനിക്ക് സഭയുടെ ആവശ്യത്തിന് വേണ്ടി വേണം എന്നാവശ്യപ്പെട്ടു. അദ്ദേഹത്തെ പുരോഹിതനാക്കി കുടുംബജീവൻ നയിക്കാൻ തക്കവണ്ണമാണ് പിതാവൊക്കെ ആഗ്രഹിച്ചെങ്കിലും ദൈവത്തിൻ്റെ പദ്ധതി മറിച്ചായിരുന്നു. അദ്ദേഹം സഭയുടെ ശുശ്രൂഷ ഏറ്റു. അത് കഴിഞ്ഞതിന് ശേഷം കൺവെൻഷൻ പ്രസംഗങ്ങളൊന്നും അന്നത്തെ കാലത്തുണ്ടായിരുന്നില്ല. അദ്ദേഹമാണ് സഭയുടെ വിശ്വാസത്തിൽ ആളുകളെ ഉറപ്പിച്ചു നിർത്താൻ കൺവെൻഷൻ പ്രസംഗങ്ങൾ ആരംഭിച്ചത്. അദ്ദേഹത്തിൻ്റെ ആരാധന ഇപ്പോഴും 98 വയസ്സൊക്കെ ഉള്ള ആളുകൾ ഇവിടെ ജീവിച്ചിരിപ്പുണ്ട്. ഈ അടുത്ത സമയത്താണ് ശാരീരിക ബുദ്ധിമുട്ട് വന്നത്. പക്ഷെ അദ്ദേഹം അവരൊക്കെ പറയുന്നതെന്ന് പറഞ്ഞാൽ നിൽക്കുന്നൊരു മരം അദ്ദേഹത്തിൻ്റെ ആരാധന കേട്ടാൽ ചായുവെന്നാണ് പറഞ്ഞത്. അത്ര മനോഹരമായ ആരാധന. നല്ല ഫ്ലുവൻ്റായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുമായിരുന്നു. അദ്ദേഹം വളരെ സഭയ്ക്ക് വേണ്ടി അങ്ങ് ജീവൻ കളഞ്ഞ് ത്യാഗം സഹിച്ച് ഇന്നത്തെ യാത്രാ സൗകര്യങ്ങളൊന്നും ഇല്ലാതിരിക്കുമ്പോഴും അന്ന് ബസ്സിൽ കയറി എല്ലായിടത്തും പോകും. കുന്നംകുളത്ത് മരുത്തംകോട് എന്ന് പറയുന്ന ദേവാലയത്തിൽ അദ്ദേഹം പ്രസംഗിച്ചുകൊണ്ടിരിക്കുക, സഭയെക്കുറിച്ച് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഹൃദയാഘാതം മൂലം ഈ താൽക്കാലിക ജീവിതം വിട്ട് ദൈവസന്നിധിയിലേക്ക് യാത്ര ചെയ്യും. അദ്ദേഹം ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന പിതാവ്. ധാരാളം ആളുകൾ, നമ്മൾ വൈകിട്ട് സന്ധ്യാപ്രാർത്ഥന 6 മണിക്കുണ്ട്, വെളുപ്പിനെ 5 മണിക്ക് നമസ്കാരമുണ്ട്. വെളുപ്പിനെയൊക്കെ ആളുകളൊക്കെ വരുന്നത് നമുക്ക് ഒരു പരിചയമില്ലാത്ത ആളുകളാണ്. പ്രത്യേകിച്ച് കുന്നംകുളത്ത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ആരാധനാ പുരുഷനാണ് അദ്ദേഹം. കാരണം അവർക്ക് ശാരീരികമായിട്ട് അവിടെ പകർച്ചവ്യാധികളൊക്കെ വരുന്ന സന്ദർഭത്തിൽ ഈ പിതാവ് അവരോടുള്ള സ്നേഹം കൊണ്ട് അവിടെ പോകുമായിരുന്നു. അത്രമാത്രം ഒരു ആത്മബന്ധം കുന്നംകുളത്തുമായിട്ടും ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊത്തിരി ആളുകൾ ഇവിടെ പല സന്ദർഭങ്ങളിലായിട്ട് പെരുന്നാളിന് വരും, അല്ലാതെ ഗ്രൂപ്പായിട്ട് പല സന്ദർഭങ്ങളിലും വരാറുണ്ട്. അപ്പം അതുകൊണ്ട് നിങ്ങൾ പുത്തൻകാവ് സെന്റ് മേരീസ് കത്തീഡ്രൽ ദേവാലയത്തിലേക്ക് ബഹുമാനപ്പെട്ട പോൾ എബ്രഹാം അച്ഛൻ വിവരം അറിയിച്ചിരുന്നു. വിവരം അറിയിച്ചതനുസരിച്ചാണ് വന്നത്. അച്ഛനോട് ഞാൻ ചോദിച്ചു, ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾ അതിനുള്ള ക്രമീകരണങ്ങളൊക്കെ ചെയ്താൽ വരുന്നപ്പോൾ. എങ്കിലും
ഇവിടെ ഈ പുണ്യപുരാതന ദേവാലയത്തിൽ പാമ്പാടി ചെറിയ പള്ളിയിൽ നിന്ന് ബഹുമാനപ്പെട്ട പോൾ എബ്രഹാം അച്ഛൻ്റെ നേതൃത്വത്തിൽ നിങ്ങൾ കടന്നു വന്നതിൽ അത്യധികമായ സന്തോഷമുണ്ട്. ഇത് റിനോ അച്ഛനാണ്. റിനോ അച്ഛൻ എൻ്റെ കൂടെ ഇവിടുത്തെ സഹവികാരിയായി ശുശ്രൂഷ നിർവഹിക്കുന്നു. അദ്ദേഹം ഇവിടെ അടുത്ത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഭവനം. എൻ്റെ പേര് തോമസ് പി നയനൻ എന്നാണ്. ഞാനിവിടെ അടുത്താണ്, 2 കിലോമീറ്റർ അപ്പുറത്താണ് താമസിക്കുന്നത്. ഒരിക്കൽ കൂടെ നന്ദി സ്നേഹം അറിയിക്കുന്നു. നിങ്ങളുടെ യാത്രയിൽ ദൈവകൃപ സമൃദ്ധമായിട്ട് വ്യാപരിപ്പാൻ തക്കവണ്ണം പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും നേരുന്നു. ബഹുമാനപ്പെട്ട അച്ഛൻ്റെ പ്രത്യേകിച്ച് ഇവരെ കൂട്ടിക്കൊണ്ടുവരുവാൻ തക്കവണ്ണം കാണിച്ച സന്മനസ്സിനെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ബഹുമാനപ്പെട്ട ഇടവക വികാരി തോമസ് പി നയനൻ അച്ഛൻ, ബഹുമാനപ്പെട്ട സഹവികാരി റിനോ അച്ഛൻ, ഇടവകയുടെ ട്രസ്റ്റി സെക്രട്ടറി, മറ്റ് ആത്മീയ സംഘടന ചുമതല കമ്മിറ്റി അംഗങ്ങളെ, കോട്ടയം ഭദ്രാസനത്തിലെ പാമ്പാടി സെൻറ് ജോൺസ് ചെറിയ പള്ളിയിൽ നിന്ന് ഒരു വൺ ഡേ ടൂർ ക്രമീകരിച്ചു. മുൻ വർഷങ്ങളിൽ OBVSന്റെ നേതൃത്വത്തിൽ ആണ് നടന്നുകൊണ്ടിരുന്ന OBVS കുട്ടികളും അവരുടെ ടീച്ചേഴ്സും ആയിരുന്നു. എന്നാൽ ഈ വർഷം അതിനോടൊപ്പം ചേർന്ന് ഇടവക ഒന്നാകെ ഒരു വൺ ഡേ പ്രോഗ്രാമായിട്ട് ക്രമീകരിച്ചപ്പോൾ ആദ്യം നമ്മുടെ മുമ്പിലേക്ക് കടന്നു വന്ന സ്ഥലം പുത്തൻകാവ് ഈ കത്തീഡ്രൽ ദേവാലയമാണ്. ഈ പുണ്യ സ്ഥലത്തിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി നമുക്ക് വായിച്ചൊക്കെ അറിയാവുന്നവർക്ക് അറിയാവുന്നതിനേക്കാൾ ഉപരിയായി നേരിട്ട് വന്ന് കണ്ട് ബഹുമാനപ്പെട്ട വികാരിയച്ഛനിലൂടെ ഇപ്പോൾ ലഭിച്ചതായ വിവരണത്തിലൂടെ ഈ സഭയ്ക്ക് എത്രമാത്രം ശക്തി കേന്ദ്രമായി ഈ പുണ്യസ്ഥലം പ്രവർത്തിച്ചു എന്ന് നമുക്കെല്ലാവർക്കും മനസ്സിലാക്കുവാൻ സാധിച്ചു. 2 മലങ്കര മെത്രാപ്പൊലീത്തന്മാർ, മലങ്കര സഭയെ നയിച്ച പിതാക്കന്മാർ, അതുപോലെ തന്നെ പുത്തൻകാവിൽ ഗീവർഗീസ് മാർ ഫീലക്സീനോസ് മെത്രാപ്പൊലീത്ത, അവരുടേതായ ത്യാഗപൂർണമായ സമർപ്പണം കൊണ്ടാണ് പ്രിയമുള്ളവർ ഇന്ന് മലങ്കര സഭ നിലനിൽക്കുന്നത് എന്നുള്ള സത്യം നാം ഓർക്കുമ്പോൾ ഇവരോട് നമ്മൾ അത്രമാത്രം കടപ്പെട്ടിരിക്കുന്നു. അവരദൃശ്യ ലോകത്ത് നിന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അവർ അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ പുണ്യസ്ഥലത്ത് നമുക്ക് കടന്നു വരുവാൻ സാധിച്ചതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് നമ്മളിവിടെ വന്നപ്പോൾ നമുക്ക് വേണ്ട ആദ്യത്തെ നമ്മളൊന്ന് വിളിച്ച് ഇൻഫോം ചെയ്തിരിക്കുന്നതായിരുന്നു. രാവിലെ തന്നെ നമുക്ക് വേണ്ട എല്ലാ ക്രമീകരണവും ചെയ്തു. ബ്രേക്ക്ഫാസ്റ്റ് ഉടൻ തരാമെന്ന് നമ്മളോട് പറഞ്ഞു. പക്ഷെ നമ്മളെല്ലാം ക്രമീകരണം ചെയ്തുകൊണ്ട് വേണ്ട എന്ന് പറയുകയായിരുന്നു. അങ്ങനെ നമ്മളെ വളരെ സ്നേഹത്തോടെ സ്വീകരിച്ച് നമുക്ക് നൽകിയ ആതിഥ്യത്തിന് പ്രത്യേകമായിട്ടുള്ള നന്ദി പാമ്പാടി സെൻറ് ജോൺസ് ചെറിയ പള്ളിയുടെ പേരിൽ അറിയിക്കുകയാണ്. ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ, സഹവികാരിയച്ഛൻ, ട്രസ്റ്റി, സെക്രട്ടറി, അതുപോലെ തന്നെ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, ഇവരുടെ എല്ലാവരോടും ഉള്ളതായ സ്നേഹവും നന്ദി പാമ്പാടി ചെറിയ പള്ളിക്ക് വേണ്ടി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കും. ഞാൻ 2 കാര്യം വിട്ടുപോയി. ഒന്ന്, പ്രാധാന്യം പറഞ്ഞ കൂട്ടത്തിൽ നിങ്ങളോട് പറയാൻ വിട്ടുപോയി. ഈ 1958 സഭ സുപ്രീം കോടതി വിധി അനുസരിച്ച് യോജിച്ചതിന് ശേഷം ആദ്യത്തെ അസോസിയേഷൻ 2 കക്ഷികളും കൂടെ ചേർന്ന് നടത്തുന്നത് ഈ പുത്തൻകാവിൽ വെച്ചാണ്. നിങ്ങൾ പുറത്തോട്ടിറങ്ങിയ ഫോട്ടോ കാണും. ഗീവർഗീസ് സിദ്ദീം ബാവ തിരുമേനി പ്രിസൈഡ് ചെയ്യുന്നൊരു യോഗമാണ്. ഇന്നത്തെ കാലത്ത് ഇന്നത്തേതുപോലെ അത്ര വിപുലമായിട്ടല്ലെങ്കിലും അസോസിയേഷൻ ഇടവക പള്ളികളുടെ പ്രാതിനിധ്യത്തോടെ നടത്തിയ അസോസിയേഷൻ പുത്തൻകാവിൽ വെച്ചാണ് നടന്നത്. 2, അന്ത്രയോസ് ബാവ, അദ്ദേഹത്തിൻ്റെ ഖബറുടെ വീടില്ല, ഇവിടുന്ന് ഇപ്പോൾ വന്നത് കല്ലടയിൽ നിന്നാണ്. അപ്പോൾ നിങ്ങൾ കല്ലടയ്ക്ക് പോകുന്നുണ്ട്. അന്ത്രയോസ് ബാവ ഇവിടെ താമസിച്ച് വിശ്വാസികളുടെ ഇടയിൽ പ്രാർത്ഥനയൊക്കെ നടത്തി അവർക്ക് വേണ്ടി ദൈവസന്നിധി പ്രാർത്ഥിച്ച അനുഗ്രഹിതനേര ഒരു പിതാവാണ്. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ഓർമ്മ പെരുന്നാൾ ഫെബ്രുവരി മാസം നമ്മൾ വളരെ അനുഗ്രഹകരമായിട്ട് ആചരിക്കുകയുണ്ടായി. ധാരാളം ആളുകൾ അദ്ദേഹത്തെ നമ്മളാരെയും പ്രത്യേകിച്ച് ക്ഷണിച്ചതല്ല. ഇവിടെ സമൂഹ സദ്യ ഉണ്ട് വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം. ആ ആരാധനയിൽ ധാരാളം ആളുകൾ താമസിപ്പിക്കുക. അന്നത്തെ സമൂഹ സദ്യയിലായിട്ട് 10,000-ഓളം അടുത്ത് ഭക്ഷണം സമൂഹ സദ്യയിൽ കഴിക്കും. 3:30-4 മണിയാവും. ഈ വർഷവും 4 മണിക്കാണ് അത് തീർന്നത്. അതുകൊണ്ട് അന്ന് ആ 11 മണിക്ക് ആരംഭിക്കുന്ന സദ്യയാണ് കണ്ടിന്യൂസ് ആയിട്ട് ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നിങ്ങൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ദേവാലയത്തിൽ കടന്നു വരുന്നതിൽ സന്തോഷമുണ്ട്. ഒരിക്കൽ കൂടെ നന്ദി, കടപ്പാട് പുത്തൻകാവ് സെൻറ് മേരീസ് കത്തീഡ്രൽ ദേവാലയത്തിന് വേണ്ടി അറിയിക്കും.
നമ്മളെല്ലാവരും നിങ്ങളിങ്ങോട്ട് വന്നാൽ നമുക്ക് ഈ കവറിലൊന്ന് കയറി പുറത്തിറങ്ങാം. ആ സ്റ്റെപ്പിൽ ഇരുന്നാൽ കുറച്ചുകൂടെ നല്ല ഭംഗിയായിട്ട് ഫോട്ടോ എടുക്കാനുള്ള സൗകര്യം താഴോട്ടുള്ള സ്റ്റെപ്പ്. സകല നന്മകളും സകല അനുഗ്രഹങ്ങളും സകല കൃപകളും പ്രദാനം ചെയ്യുന്നതാണ്. ഇസ്രായേൽ ജനത്തോട് പകൽ മേഘസ്തംഭമായി രാത്രി അഗ്നിത്തോടെ അവരുടെ സാന്നിധ്യം, അങ്ങയുടെ സാന്നിധ്യം ഇസ്രായേൽ ജനത്തിന് യാത്രയിൽ കൂടെ ഇരുന്നതുപോലെ എൻ്റെ മക്കളുടെ കൂടെ അവിടുത്തെ സാന്നിധ്യം കൂടെ ഇരിക്കണം. യാത്രയെല്ലാം അനുഗ്രഹകരമായി മംഗളമായി പൂർത്തീകരിച്ച് തിരികെ ഭവനത്തിലെത്തി ഇതിൻ്റെ തിരുനാമത്തെ ബന്ധപ്പെടുത്തുവാൻ സഹായിക്കും. ആപത്തുകളിൽ നടന്നതിൽ നിന്നും വിളിക്കണേ. ഈ പരിശുദ്ധ ദേവാലയത്തിൽ വന്നത് അനുഗ്രഹമായി എന്ന് മറുവാനപ്പോഴും ഇടയാകും. സർവ്വനന്മകൾ കൊണ്ട് നിറയ്ക്കാൻ നേതൃത്വം നൽകുന്ന അഭിഷിക്തനെയും കടന്നു വന്ന എല്ലാവരെയും ഇടവജനങ്ങളെ എല്ലാവരെയും തിരുമുൻപാകെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥന. സ്വർഗീയമായ വരദാനങ്ങൾ സമർത്ഥമായിട്ട് നടക്കണം. പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധവുമായിട്ട് തിരുനാമത്തിൽ തന്നെ. പരിശുദ്ധന്മാരെ നിങ്ങൾ പ്രാർത്ഥിപ്പിൻക, താവോട് അടികളെയും കോപത്തിൻ വടികളെയും മാറ്റി. പിതാവാം ദൈവമേ അവിടുത്തെ സ്നേഹവും ഏകപുത്രനാം ദൈവമേ അവിടുത്തെ കൃപയും പരിശുദ്ധാത്മാവാം ദൈവമേ അവിടുത്തെ സമ്പത്തും സഹവാസവും നാം എല്ലാവരുടെ പേരും പ്രത്യേകിച്ച് നമ്മളെല്ലാ പാവങ്ങളുടെ പേരും ഈ യാത്രയിൽ സംബന്ധിക്കുന്നവരുടെ ഇടവരുടെ നേരത്തെ നൽകുന്ന അഭിഷിക്തന്മാരുടെ അനധികരുടെ പേരും എല്ലാ പ്രവർത്തകരുടെ പേരും ഉണ്ടായിരിക്കുന്നവരാകട്ടെ. അതിനുശേഷം എല്ലാവരും മാർത്തോമ 6-ാമൻ്റെയും മാർത്തോമ 8-ാമൻ്റെയും കബറിടങ്ങൾ സന്ദർശിക്കുകയും ചെയ്തു. തുടർന്ന് പ്രഭാത ഭക്ഷണവും കഴിക്കുകയുണ്ടായി. പുത്തൻകാവിൽ എന്നും പുത്തനാമോർമയായി കത്തി നിൽക്കും വിളക്കേ. പുത്തൻകാവിൽ എന്നും പുത്തനാമോർമയായി കത്തി നിൽക്കും വിളക്കേ. എൻ ഹൃത്താരിൽ ആനന്ദ പൊരുളായി വിളങ്ങും കൊച്ചു തിരുമേനിയേ, നിൻ ചരണത്തിൽ അണയുമ്പോൾ എൻ ദുഃഖഭാരങ്ങൾ അകലുന്നു കാതങ്ങളകലേ. നിൻ ചരണത്തിൽ അണയുമ്പോൾ എൻ ദുഃഖഭാരങ്ങൾ അകലുന്നു കാതങ്ങളകലേ. അകലുന്നു കാതങ്ങളകലേ. വിശ്വാസികൾക്കെന്നും ആത്മീയതാതന്നി ആലംബഹീനർക്കോ സ്നേഹതാതൻ. വിശ്വാസികൾക്കെന്നും ആത്മീയതാതന്നി ആലംബഹീനർക്കോ സ്നേഹതാതൻ. സഭകൾക്കു വഴികാട്ടുമിടയൻ. സഭകൾക്കു വഴികാട്ടുമിടയൻ. സകലർക്കും മാതൃകാ ജീവിതം നീ. സകലർക്കും മാതൃകാ ജീവിതം നീ.
സായുജ്യമേ എന്നും ആനന്ദമേകും നിൻ പാദാരവിന്ദത്തിൻ ദർശനങ്ങൾ. സായുജ്യമേ എന്നും ആനന്ദമേകും നിൻ പാദാരവിന്ദത്തിൻ ദർശനങ്ങൾ. ഇടറുന്ന ഹൃദയങ്ങൾക്കഭയം, ഇടറുന്ന ഹൃദയങ്ങൾക്കഭയം. സകലർക്കുമാശിഷം ഏകിടും താൻ, സകലർക്കുമാശിഷം ഏകിടും താൻ. പുത്തൻ കാവിൽ എന്നും പുത്തനാമോർമയായി കത്തി നിൽക്കും വിളക്കേ. പുത്തൻ കാവിൽ എന്നും പുത്തനാമോർമയായി കത്തി നിൽക്കും വിളക്കേ. എൻ ഹൃത്താരിൽ ആനന്ദ പൊരുളായി വിളങ്ങും കൊച്ചു തിരുമേനിയേ, നിൻ ചരണത്തിൽ അണയുമ്പോൾ എൻ ദുഃഖഭാരങ്ങൾ അകലുന്നു കാതങ്ങളകലേ. നിൻ ചരണത്തിൽ അണയുമ്പോൾ എൻ ദുഃഖഭാരങ്ങൾ അകലുന്നു കാതങ്ങളകലേ. അകലുന്നു കാതങ്ങളകലേ. പുത്തൻ കാവിൽ എന്നും പുത്തനാമോർമയായി കത്തി നിൽക്കും വിളക്കേ. പിന്നീട് പോയത് ശാസ്താംകോട്ട പള്ളിയിലേക്കായിരുന്നു. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ഒരു ആശ്രമമാണ് മൗണ്ട് ഹൊറേബ് ആശ്രമം. ശാസ്താംകോട്ട തടാകത്തിന് സമീപം ശാസ്താംകോട്ടയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. 1991 ആശ്രമം ആരംഭിച്ചത്. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ 19ാമത് മലങ്കര മെത്രാപ്പൊലിത്തയും 6ാമത്തെ കാതോലിക്ക ബാവയുമായ മോറാൻമാർ ബെസേലിയോസ് മാർത്തോമ മാത്യൂസ് തിതിയൻ കാതോലിക്ക ബാവയുടെ കബറിടവും ഈ ആശ്രമത്തിലാണ്. തുടർന്നുള്ള ചരിത്ര വിവരങ്ങൾ വികാരിയച്ഛൻ നമുക്ക് പറഞ്ഞു തരുന്നതാണ്. മാരിയുണ്ടാകും ആനന്ദവാഗ്ദത്തമേ, മേൽ നിന്നു രക്ഷകൻ നൽകും ആശ്വാസകാലങ്ങളെ. ആശീഷം പെയ്യണമേ.
ദൈവമേ. പരിശുദ്ധ പിതാവിൻ്റെ കബറിടം ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. തിരുമേനിയുടെ ജീവിതകാലത്ത് തന്നെ ഈ കാണുന്ന സ്ഥലം ഡോക്ടർ C.T. ഈപ്പൻ എന്ന വ്യക്തി പുള്ളിയുടെ അദ്ദേഹത്തിൻ്റെ സ്വന്തം സ്ഥലമായിരുന്നു. ഒത്തിരി ഏക്കറുണ്ട്, അത്രയും കറക്റ്റ് അറിയത്തില്ല. അത് മുഴുവനായ സഭയ്ക്കായി തിരുമേനി ഏൽപ്പിക്കുകയാണ് ചെയ്തത്. തിരുമേനി ഇതിലിവിടെ ഒരു എഞ്ചിനീയറിംഗ് കോളേജ് സ്ഥാപിച്ചു. അതുപോലെ തന്നെ ഇവിടെ ഡെവലപ്പ് ചെയ്തെടുത്തു, ചാപ്പൽ സ്ഥാപിച്ചു. അങ്ങനെ തിരുമേനിയുടെ അന്ത്യവിശ്രമം ഇവിടെ തന്നെ ആയിരിക്കണമെന്ന് തിരുമേനി ആഗ്രഹിക്കുകയും അതനുസരിച്ച് ഇവിടെ സഭ 6ാം കാതോലിക്കായെ ഇവിടെ കബറടക്കുകയും ചെയ്തു. കഴിഞ്ഞ വർഷമാണ് അതിനുശേഷം നമ്മുടെ സക്രിയാസ് മാർ അന്തോണിയോസ് തിരുമേനിയും ഇവിടെയാണ് കബറടങ്ങിയിരിക്കുന്നത്. അങ്ങനെ 2 പുണ്യപിതാക്കന്മാരുടെ കബറിടം ഈ ദേവാലയത്തിൽ സ്ഥിതി ചെയ്യുന്നു. അതുപോലെ തന്നെ ഒരു ആശ്രമം അപ്പുറത്തായിട്ടുണ്ട്. ഇവിടെ ഏരിയയിലൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നു. അതുപോലെ ഒരു എഞ്ചിനീയറിംഗ് കോളേജ് ഈ സ്ഥാപനത്തിൽ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട്. നമ്മൾ എവിടെയായാലും അവർ അച്ഛന്മാർ പുറത്തോട്ട് പോകാനാണ് പറഞ്ഞത്. നമ്മൾ ഇപ്പോൾ കബറിൽ പ്രാർത്ഥിച്ച് ഇവിടെ താഴെ ഇറങ്ങി കായലുണ്ട്, ശുദ്ധജല തടാകമുണ്ട്. അത് നമുക്ക് കണ്ടേച്ച് വീണ്ടും നമുക്ക് വാഹനത്തിൽ കയറി കല്ലട വലിയ പള്ളിയിലേക്ക് പോകാം. കൃപകൾ വീഴുന്നു ചാരി വന്മഴ ദൈവമേ. മാരിയുണ്ടാകും എത്ര നന്ദിന്നു പേകിൽ പുത്രന്റെ പേരിൽ തന്നാലും ദൈവമേ നേരത്തിൽ ആശീഷം പെയ്യണമേ. ചാരി വന്മഴ ദൈവമേ. ആശീഷം പെയ്യണമേ. കൃപകൾ വീഴുന്നു ചാരി വന്മഴ ദൈവമേ. വന്മഴ ദൈവമേ. വന്മഴ ദൈവമേ. യഹോവയീരേ ദാതാവാം ദൈവം, നീ മാത്രം മതി എനിക്ക്. യഹോവ റാഫ സൗഖ്യദായകൻ, തന്നടിപ്പിണറാൽ സൗഖ്യം. യഹോവ ശമ്മ കൂടെയിരിക്കും, നൽകുമവൻ ആവശ്യങ്ങൾ. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്.
കല്ലടയിൽ വാഴും പുണ്യപിതാവ് പരിശുദ്ധനന്ത്രയോസ് ബാവാ. കല്ലടയിൽ വാഴും പുണ്യപിതാവ് പരിശുദ്ധനന്ത്രയോസ് ബാവാ. ആലംബഹീനർക്കും അശരണർക്കും എന്നും ആശ്വാസമായൊരു ഇടയൻ. ആലംബഹീനർക്കും അശരണർക്കും എന്നും ആശ്വാസമായൊരു ഇടയൻ. ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചിടണമേ. ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചിടണമേ. ഒരു വേള ദർശിപ്പാൻ ഞങ്ങൾ വരുന്നു, ചേർത്തുകൊള്ളേണമേ സവിധേ. ഒരു വേള ദർശിപ്പാൻ ഞങ്ങൾ വരുന്നു, ചേർത്തുകൊള്ളേണമേ സവിധേ. നീറുന്ന മനസ്സുമായുഴലുന്ന മർത്യന് സാന്ത്വനമേകും പിതാവ്. നീറുന്ന മനസ്സുമായുഴലുന്ന മർത്യന് സാന്ത്വനമേകും പിതാവ്. ലോകത്തിൻ പാപങ്ങൾ പോക്കിയ ദൈവത്തിൻ പാതയിൽ നയിക്കണേ. ലോകത്തിൻ പാപങ്ങൾ പോക്കിയ ദൈവത്തിൻ പാതയിൽ നയിക്കണേ. ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചിടണമേ. ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചിടണമേ. ഒരു വേള ദർശിപ്പാൻ ഞങ്ങൾ വരുന്നു, ചേർത്തുകൊള്ളേണമേ സവിധേ. ഒരു വേള ദർശിപ്പാൻ ഞങ്ങൾ വരുന്നു, ചേർത്തുകൊള്ളേണമേ സവിധേ. പാപത്തിൻ ഹീനമാം കരങ്ങളിൽ നിന്നെന്നെ സൽപാതയിൽ നടത്തേണം. പാപത്തിൻ ഹീനമാം കരങ്ങളിൽ നിന്നെന്നെ സൽപാതയിൽ നടത്തേണം. നിസ്വാർത്ഥമായൊരു സ്നേഹത്തിൻ നിറകുടം തേജസ്സാൽ വിളങ്ങുന്ന ശ്രേഷ്ഠൻ. നിസ്വാർത്ഥമായൊരു സ്നേഹത്തിൻ നിറകുടം തേജസ്സാൽ വിളങ്ങുന്ന ശ്രേഷ്ഠൻ. ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചിടണമേ. ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചിടണമേ. ഒരു വേള ദർശിപ്പാൻ ഞങ്ങൾ വരുന്നു, ചേർത്തുകൊള്ളേണമേ സവിധേ. ഒരു വേള ദർശിപ്പാൻ ഞങ്ങൾ വരുന്നു, ചേർത്തുകൊള്ളേണമേ സവിധേ.
അനുഗ്രഹിക്കുന്നതിന് നമ്മുടെ ദേവാലയത്തിൽ നമ്മൾ പണ്ട് ടൂറിനായിട്ട് കടന്നു വന്നിരിക്കുന്ന ഇപ്പോൾ കല്ലട വലിയ പള്ളിയാണ്. ഈ കല്ലട വലിയ പള്ളിയുടെ പ്രാധാന്യം പലർക്കും അറിയാമായിരിക്കും. അന്ത്രയോസ് ബാവ അല്ലെ കല്ലട അപ്പൂപ്പൻ എന്നാണ് ഇവരൊക്കെ വിളിക്കുന്നത്. അന്ത്രയോസ് ബാവ നമ്മള് ചെങ്ങന്നൂര് പുത്തങ്കാവ് നിന്നപ്പോൾ അവിടെ അന്ത്രയോസ് ബാവ താമസിച്ചിരുന്ന സ്ഥലം എന്ന് പറയുന്നത് നമ്മളവിടെ കണ്ടു. ഈ പിതാവ് 1683 ആണ് കബറടങ്ങിയിരിക്കുന്നത്. അതിനു മുമ്പ് പൗരസ്ത്യ ദേശത്തിൽ നിന്ന് പറഞ്ഞ ഒരു ബിഷപ്പ്, ഒരു പിതാവായിരുന്നു, മെത്രാപ്പൊലീത്തായിരുന്നു. അദ്ദേഹം നമ്മുടെ സഭകളൊക്കെ സന്ദർശിച്ച് ഇവിടെയൊക്കെ താമസിച്ച് അവസാനം 10 വർഷം ഇവിടെ താമസിച്ച് ഇവിടെ കബറടങ്ങിയിരിക്കുകയാണ്. പുത്തങ്കാവിൽ ചെന്നപ്പോഴും ഇവിടെ വന്നപ്പോഴും നമ്മൾ കണ്ട ഒരു പ്രത്യേകത, ഈ വിശുദ്ധന്മാരുടെ അല്ലെങ്കിൽ ഈ മെത്രാപ്പൊലീത്തന്മാരുടെ കബറിടം എല്ലാം മധുവായിലാണ്. പണ്ട് ഒക്കെയും വിശുദ്ധന്മാരുടെ തിരുശേഷിപ്പുകൾ ക്രോണോസിൽ സ്ഥാപിക്കുന്ന പതിവ് പഴയ പാരമ്പര്യത്തില് ആദിമ നൂറ്റാണ്ടിലെ സഭയിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ കബറിടങ്ങളൊക്കെ ഈ മധുവായിൽ തന്നെ ആയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് വൈദികര് ഉള്ളവരെയും അതിനോട് ചേർന്ന് തന്നെ കബറടക്കുന്നതും അത് തന്നെയാണ്. ആ ഒരു പാരമ്പര്യമാണ് നമ്മൾ കാണുന്നത്. ഈ പരിശുദ്ധ പിതാവിന്റെയും കബറിടം ആ മധുവായിലാണ്. ഇപ്പൊ പള്ളി ഒരു പുതുക്കി പണിയാണ്. ഇപ്പോൾ താൽക്കാലികമായി ഹോളിലാണ് ആരാധന നടത്തുന്നത്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇവിടെ ആയിരിക്കുന്നത്. നമ്മളിപ്പോൾ ഉത്സവസ്കാരം നടത്തി ഈ പുണ്യപിതാവ് താമസിച്ച ആ സ്ഥലവും ആ മുറിയും ആ സ്ഥലമൊക്കെ നമ്മൾ കാണുകയുണ്ടായി. ആന്ത്രയോസ് ബാവായുടെ മധ്യസ്ഥതയും പ്രാർത്ഥനയും നമുക്ക് അനുഗ്രഹമാവട്ടെ. കടന്നു വന്ന എല്ലാവർക്കും ഒരു അനുഗ്രഹമായി ഭവിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. നമ്മളെ വന്നപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് നമ്മള് പുത്തൻകാവ് പള്ളിയുടെ വികാരിയെയും ഇവിടെയുള്ള സൺഡേ സ്കൂൾ കുട്ടികളെയും കണ്ടു. അവർ ഓഫീസ് ടൂറായി കോട്ടയത്ത് ദേവലോകം, അതുപോലെ തന്നെ പഴയ സെമിനാരി, പാമ്പാടി ദേവ ഇവയൊക്കെയും സന്ദർശിക്കുവാൻ തക്കവണ്ണം അവരങ്ങോട്ട് പോയിരിക്കുകയാണ്. അവിടെ വെച്ച് നമ്മൾ കാണുകയുണ്ടായി. ഇവിടെ നമുക്ക് വേണ്ട എല്ലാ ക്രമീകരണങ്ങളും അവർ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഭക്ഷണം കഴിക്കുവാനും നമ്മളെ സ്വീകരിക്കുവാൻ സാധിച്ചു. പ്രത്യേകിച്ച് ഇടവകയുടെ ട്രസ്റ്റി ബഹുമാനപ്പെട്ട ലഫ്റ്റനന്റ് കേണൽ ആയി മിലിറ്ററി സർവീസ് റിട്ടയർ ചെയ്ത മോളി ജോൺ ആണ്. ഞാൻ വിളിച്ചപ്പോഴും ഫോൺ അറ്റൻഡ് ചെയ്യുകയും ഇപ്പോൾ നമ്മളെ സ്വീകരിക്കുകയും ചെയ്തു. അതോടെ ദേവാലയത്തോട് ചേർന്ന് പ്രവർത്തിക്കുന്ന മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ മറ്റെല്ലാവരോടുള്ളതായ സ്നേഹവും നന്ദിയും പാമ്പാടി കോട്ടയം ഭദ്രാസനത്തെ പാമ്പാടി ചെറിയ പള്ളി, സെന്റ് ജോൺസ് ചെറിയ പള്ളിയുടെ പേരിലുള്ളതായ എല്ലാ ആദരവും നന്ദിയും ഈ പള്ളിയോട് അറിയിക്കുന്നു. ഇപ്പോൾ നമ്മൾ ഉച്ചഭക്ഷണം കഴിക്കും. അതിനുശേഷം നമ്മുടെ യാത്ര സാമ്പ്രാണിക്കുടിയിലേക്ക് പോകുന്നതാണെന്നുള്ള കാര്യം അറിയിക്കുന്നു. തുടർന്ന് വിനോദയാത്ര എത്തിച്ചേർന്നത് സാമ്പ്രാണിക്കൊടി ഐലൻഡിലാണ്. കൊല്ലം ജില്ലയിലെ തൃക്കരുവ ഗ്രാമപഞ്ചായത്തിലെ പ്രാക്കുളത്തിന്റെ തെക്കേ അറ്റത്തുള്ള മുനമ്പാണ് സാമ്പ്രാണിക്കൊടി.
അഷ്ടമുടിക്കായലിലുള്ള ഈ മുനമ്പ് കേന്ദ്രീകരിച്ച് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സഹായത്തോടെ ഒരു അഷ്ടമുടിക്കായൽ വിനോദസഞ്ചാര സർക്യൂട്ട് പദ്ധതി ആരംഭിച്ചിട്ടുണ്ട്. 14-ാം നൂറ്റാണ്ടിലെ ചൈനീസ് ചെറുകപ്പലായ ചമ്പ്രാണി അടുത്തു കിടന്ന കായൽക്കര ആയിരുന്നതിനാലാണ് ഈ പേര് കിട്ടിയതെന്ന് കരുതുന്നു. 19-ാം നൂറ്റാണ്ടിൽ സാമ്പ്രാണിക്കൊടി, പ്രാക്കുളം എന്നീ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് അക്കാലത്ത് ചരക്ക് നീക്കുന്നതിന് എത്തിക്കുന്നതിനും കടവുകളുണ്ടായിരുന്നു. അഷ്ടമുടിക്കായലിന്റെ മധ്യത്തിൽ രൂപം കൊണ്ട തുരുത്താണിത്. കൊല്ലം കോട്ടപ്പുറം ദേശീയ ജലപാതയിൽ നിന്ന് നീക്കം ചെയ്ത മണ്ണ് കായലിൽ തന്നെ ഇട്ടതിനെ തുടർന്നാണ് ഇവിടെ തുരുത്ത് രൂപം കൊണ്ടത്. തുറസായി കിടക്കുന്ന തുരുത്തിലേക്ക് ചെറുവള്ളങ്ങളിൽ എത്തിച്ചേരാം. അഷ്ടമുടിക്കായലിന് നടുക്ക് അരയ്ക്കൊപ്പം വെള്ളത്തിൽ ഇറങ്ങി നിൽക്കാം എന്നതാണ് സാമ്പ്രാണിക്കൊടിയിലെ പ്രധാന ആകർഷണം. DTPCക്കാണ് ചുമതല. തുരുത്തിൽ പ്രവേശിക്കാൻ കഴിയുന്ന സഞ്ചാരികളുടെ എണ്ണത്തിൽ നിയന്ത്രണമുണ്ട്. ഒരേ സമയം 100 പേർക്ക് മാത്രമേ പ്രവേശനമുള്ളൂ. അതുപോലെ തന്നെ സഞ്ചാരികൾക്കായി ഓരോ ഫുഡ് സ്റ്റാളും ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. കായലിന്റെ നടുവിൽ ഇരുന്ന് ഇതെല്ലാം ആസ്വദിക്കാവുന്നതാണ്. നിലവിലെ നിർദ്ദേശമനുസരിച്ച് 3 സ്ഥലങ്ങളിൽ നിന്ന് ആളുകളെ സാമ്പ്രാണിക്കൊടിയിൽ എത്തിക്കുവാൻ കഴിയുന്ന രീതിയിലാണ് ക്രമീകരണങ്ങൾ. മാരിയുണ്ടാകും ആ കർത്താ ഞങ്ങൾക്കും താ ഇപ്പോൾ നിൻ വാഗ്ദത്തമോർത്തു നൽവരം തന്നിടുക. ആശീഷം പെയ്യണമേ.
ദാതാവാം ദൈവം നീ മാത്രം മതി എനിക്ക്. യഹോവ റാഫ സൗഖ്യദായകൻ തന്നടിപ്പിണറാൽ സൗഖ്യം. യഹോവ ശമ്മ കൂടെയിരിക്കും നൽകുമവൻ ആവശ്യങ്ങൾ. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. യഹോവ എലോഹിം സൃഷ്ടാവാം ദൈവം നിൻ വചനത്താലുളവായെല്ലാം. യഹോവയില്ലയോ അത്യുന്നതൻ നീ, നിന്നെപ്പോലെ മറ്റാരുമില്ല. യഹോവ ശാലോ എൻ സമാധാനം നൽകി നിൻ ശാന്തി എന്നിൽ. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. യഹോവ ഈരേ ദാതാവാം ദൈവം നീ മാത്രം മതി എനിക്ക്. യഹോവ റാഫ സൗഖ്യദായകൻ തന്നടിപ്പിണറാൽ സൗഖ്യം. യഹോവ ശമ്മ കൂടെയിരിക്കും നൽകുമവൻ ആവശ്യങ്ങൾ. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. പിതാവേ നിൻ സുതർ ഞങ്ങൾ സന്നിധിയണയുമി മംഗളനേരം. കനിയേണം ദേവ ദാസരിവരിൽ ആശിഷങ്ങളേകി പാലിക്കണമേ. യോജിപ്പിക്കാം തൃക്കരങ്ങളാൽ നയിച്ചിടുക തിരുഹിതം പോ. യോജിപ്പിക്കാം തൃക്കരങ്ങളാൽ നയിച്ചിടുക തിരുഹിതം പോ.
തൃക്കരങ്ങളാ നയിച്ചിടുക തിരുഹിതം പോ യോജിപ്പിക്കാം തൃക്കരങ്ങളാ നയിച്ചിടുക തിരുഹിതം പോ കല്യാണ വേളയിൽ നാഥൻ കാരുണ്യം ചെയ്തതുപോലെഴുന്നരുൾക ഉൾക്കാമ്പിൽ നീ വാഴ്ക ഉടയവനായി ഉമ്മയിൽ നയിക്ക സൽകുടുംബമാ യോജിപ്പിക്കാൻ തൃക്കരങ്ങളാ നയിച്ചിടുക തിരുഹിതം പോ യോജിപ്പിക്കാം തൃക്കരങ്ങളാ നയിച്ചിടുക തിരുഹിതം പോ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും നീ ഭാഗ്യവാൻ നിനക്കോ നന്മ വരും നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിന്റെ മക്കൾ നിന്റെ മേശയ്ക്കു ചുറ്റും ഒലിവു തൈകൾ പോലെയുമീരിക്കും നിന്റെ മക്കൾ നിന്റെ മേശയ്ക്കു ചുറ്റും ഒലിവു തൈകൾ പോലെയുമീരിക്കും യഹോവ ഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും യഹോവ സീയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കും യഹോവ സീയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കും നിന്റെ ആയുഷ്കാലമൊക്കെയും നീ യെരൂശലേമിന്റെ നന്മയെ കാണും നിന്റെ മക്കളുടെ മക്കളെയും നീ കാണും ഇസ്രായേലിന്റെ സമാധാനമുണ്ടാകട്ടെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാ